എൻ്റെ പേര് ടിൻഡു ജിൻഡോ. ഞാൻ അടിമാലി മച്ചിപ്ലാവ് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് രണ്ടാമത്തെ കുഞ്ഞുണ്ടായ മുതൽ 2016 മുതൽ അൾസറേറ്റീവ് കൊളൈറ്റീസ് എന്ന രോഗമായിരുന്നു. വൻകുടൽ പൊട്ടിച്ചീയുകയും ശക്തമായ വയറുവേദനയും വയറ്റിൽ നിന്ന് പഴുപ്പും ബ്ലഡും പോവും. ഒരു കൺട്രോളില്ലാണ്ട് ഒരു ദിവസം തന്നെ 10-15 തവണ വയറ്റിൽ നിന്ന് പോവുകയായിരുന്നു. ഞാൻ 8 വർഷമായി അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീറോയിഡ്സ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ ഭർത്താവിന് നേരത്തെ ക്യാൻസർ വന്ന് ഈശോ സൗഖ്യം നൽകിയതായിരുന്നു. അപ്പോൾ എനിക്കും ഭർത്താവിനും രോഗമായതിനാൽ ഇനിയൊരു കുഞ്ഞുണ്ടാവുകയില്ല എന്ന് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും 6 നിയോഗത്തിൽ 1 എനിക്ക് വേണ്ടി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. തന്മൂലം എനിക്കിവിടെ വരാൻ പറ്റുകയും ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി ആദ്യമായി എടുത്തത് 13/11/2023 ആഴ്ച തന്നെ ഞാൻ വേളാങ്കണ്ണിയിൽ പോവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അന്ന് മുതൽ ഞാൻ മരുന്നൊക്കെ നിർത്തി. എനിക്ക് വളരെയേറെ അസ്വസ്ഥതയുണ്ടായിരുന്നത് കാരണം ഞാൻ ഈ ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിക്കുകയും വയറിൽ പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു. അതുമൂലം എനിക്ക് പിന്നീട് ആ അസ്വസ്ഥതകളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പൂർണ്ണ ഒരു പെൺകുഞ്ഞിനെ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല. അപ്പോൾ എനിക്ക് അമ്മയില്ലാത്തത് കാരണം ഞാൻ ഇനി എന്ത് ചെയ്യും? എനിക്ക് ഡ്യൂട്ടി പോകണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, എല്ലാം കൂടി ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, എനിക്കറിയാം നീ പ്രഗ്നൻ്റ് ആണല്ലേ, എന്നെ ഔസേപിതാവ് എനിക്ക് ഉറക്കത്തിൽ വന്ന് ഇത് എന്നോട് പറഞ്ഞിരുന്നു, നിന്നെ എല്ലാ കാര്യത്തിലും സഹായിക്കണമെന്നും പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ആ ചേച്ചി എൻ്റെ എല്ലാ കാര്യത്തിലും എന്നോടൊപ്പം നിന്ന് എന്നെ സഹായിക്കുന്നുണ്ട്. പിന്നെ ചേട്ടായിക്ക് വയ്യാതിരുന്നതിനാൽ ഞങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരു പെട്ടിക്കട ഇടണമെന്ന് ആഗ്രഹിച്ചു. പെട്ടിക്കട ഇടാൻ പറ്റാതെ ഒത്തിരി തവണ വിഷമിച്ചിരുന്നു. രണ്ടാമത് വന്ന് പുതുക്കിയപ്പോഴാണ് പെട്ടിക്കടയ്ക്ക് പകരം വലിയൊരു പലചരക്ക് കട തന്നെ ഇട്ട് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 കോടി നന്ദി പറയുന്നു. ഞാൻ അരമണിക്കൂർ ബൈബിൾ ഒരുമിച്ച് വായിക്കാൻ പറ്റാത്തതിനാൽ 10 മിനിറ്റൊക്കെ കൂടി ദിവസവും അരമണിക്കൂർ വീതം ബൈബിൾ വായിക്കുകയും ചെയ്തിരുന്നു. കൃപാസനത്തിന് പത്രം വീടുകൾ തോറും കയറി ഇറങ്ങി കൃപാസന പത്രം കൊടുത്തിരുന്നു. കാരുണ്യ പ്രവൃത്തി എന്നെക്കൊണ്ട് പറ്റുന്ന വിധമെല്ലാം പാവങ്ങളെ സഹായിക്കുന്നുണ്ട്. ഞാനും കുടുംബവും ഒരുമിച്ചിരുന്ന് കൃപാസനത്തിലെ ധ്യാനം കൂടുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു. കുഞ്ഞ് ഞങ്ങൾക്കുണ്ടായത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഒരു പ്രഘോഷണം എന്ന രീതിയിൽ അവൾക്ക് ഞങ്ങൾ കൃപാമരിയ എന്നാണ് പേരിട്ടിരിക്കുന്നത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പുറപ്പാടിൻ്റെ പുസ്തകം 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ടിൻഡു ജിൻഡോ എന്ന ഈ സഹോദരി കടന്നുപോയ ജീവിതത്തിൻ്റെ വലിയ ദുരിതങ്ങളെയും പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച സംരക്ഷണത്തെയും സഹായത്തെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി ആദ്യം പറയുന്നുണ്ട്, ഒരു പ്രത്യേക തരത്തിൽ വൻകുടലിനെ ബാധിക്കുന്ന രോഗാവസ്ഥയിൽ ഏറെ ക്ലേശം അനുഭവിച്ചിരുന്ന നാളുകളെക്കുറിച്ച്. 8 വർഷത്തോളം ആ രോഗത്തിൽ വല്ലാതെ വിഷമിക്കുകയും പുറത്തെങ്ങും പോകുവാനാവാത്ത വിധത്തിൽ ഏറെ ശാരീരികമായ വൈയായികകളിലൂടെ സഹോദരി കടന്നു പോകുന്നത് സൂചിപ്പിക്കുന്നുണ്ട്. കൃപാസനത്തെക്കുറിച്ച് കെട്ടറിഞ്ഞ നാളുകളിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി തൈലം വയറിൽ പൂശി പ്രാർത്ഥിക്കുകയും അമ്മ മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിതത്തെ സംരക്ഷിക്കുവാനും ആരോഗ്യം വീണ്ടു തരുവാനും വേണ്ടി ആഗ്രഹിച്ച് അമ്മയിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ആ രോഗം മാറിക്കിട്ടുന്നതാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. അതോടൊപ്പം ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള വലിയ ആഗ്രഹത്തെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നുണ്ട്. അത് ജീവിത പങ്കാളി ഒരു രോഗത്തിൽ നിന്നും സൗഖ്യപ്പെട്ട വ്യക്തിയാണ്. സഹോദരി ദീർഘനാളായി രോഗിണിയായി മുന്നോട്ട് പോയ വ്യക്തിയാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞിനെക്കുറിച്ചുള്ള പ്രതീക്ഷ വളരെ കുറവായിരുന്നു. മറ്റുള്ളവരും അതങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എങ്കിലും അമ്മ മാതാവ് പ്രാർത്ഥന സ്വീകരിക്കുകയും മകൾ ഉടമ്പടി തൈലം അടിവയറ്റിൽ പൂശി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച നാളുകളിൽ
ഒരു കുഞ്ഞിനെ നൽകി സഹായിക്കുകയും ചെയ്തു. അമ്മ മാതാവിലൂടെ ലഭിച്ച കുഞ്ഞായതുകൊണ്ട് അതിന് കൃപാമരിയ എന്ന പേര് കൊടുത്തുകൊണ്ട് അമ്മയോടുള്ള നന്ദി കുടുംബം പുലർത്തുന്നത് കൂടി മകളിവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സാമ്പത്തികമായി ഞെരുക്കത്തിലൂടെ കടന്നുപോയ നാളുകളിലാണ് മറ്റൊരു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കി കഴിയുമ്പോൾ അത് മെച്ചപ്പെട്ട ഒരു കട നടത്തുവാൻ പറ്റുന്ന വിധത്തിൽ കാര്യങ്ങളെ ഉയർത്തിക്കൊടുക്കുന്നു. ഭാരങ്ങൾ മാറ്റി ജീവിത നിലവാരത്തെ ഉയർത്തിക്കൊടുക്കുന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം ഗർഭിണിയായിരുന്ന നാളുകളിൽ ഏറെ ക്ലേശാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സഹോദരി അറിഞ്ഞ് മനസ്സിലാക്കി കൂടെ വന്ന് ദൂതനെ പോലെ കൂടെ വന്ന് ആ ഗർഭാവസ്ഥയുടെ നാളുകളിലും കുഞ്ഞു പിറക്കുന്ന നാളുകളിലും വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുക്കുവാൻ സന്മനസ്സായതിനെയും സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധമ്മ സഹായികയായി നമുക്ക് കൂടെ വരുന്നു. ദൂതരെ അയച്ച് നമ്മുടെ വഴികളെ സംരക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ ഞെരുക്കങ്ങളെയും സങ്കടങ്ങളെയും അടുത്തറിയുന്ന അമ്മ അവ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരുന്നതിന് വേണ്ടിയ പദ്ധതികൾ ഒരുക്കി തന്ന് നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ സുരക്ഷിതമാക്കുകയും സഹായിച്ച് നമുക്കൊപ്പമുണ്ടെന്ന് എന്നും പറയുകയും ചെയ്യുന്നു. ആ അമ്മയുടെ സവിശേഷമായ സാന്നിധ്യം, സാമീപ്യം, അതുപോലെ തന്നെ സഹായം ഈ കുടുംബം തുടർച്ചയായി ഈ നാളുകളിൽ അനുഭവിച്ചു വന്ന ഈ മകൾ വാക്കുകളിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് സുനിത സേവ്യർ, മണിമല സെൻറ്റ് ജെയിംസ് കർക്കാട്ടൂർ ഇടവകാംഗമാണ്. ഞാൻ ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ജൂലൈ 20-നാണ്. അതിനു മുമ്പ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. ഞാൻ സൗദിയിൽ 17 വർഷമായിട്ട് മിനിസ്ട്രി ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാഫാണ്. അവിടുന്ന് റിസൈൻ ചെയ്ത് ന്യൂസിലാൻഡിന് പോയി. അവിടെ ചെന്ന് ജോലി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ജോലി റിസൈൻ ചെയ്തത്. കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് റിസൈൻ ചെയ്തത്. പക്ഷേ അവിടെ ചെന്നിട്ട് നമുക്ക് ജോലി ലഭിച്ചില്ല. അവിടെ വിസ പ്രോസസ്സിങ് എല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടി ഉടമ്പടിയിലായിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരത്തി പറഞ്ഞ് എന്നെക്കൊണ്ട് അവൾ നിർബന്ധപൂർവ്വം ഉടമ്പടി എടുപ്പിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് സ്വിച്ച് ഇട്ടതുപോലെ ഞാൻ ഉടമ്പടി ജീവിതം ആരംഭിച്ചു. അതിനുശേഷം എൻ്റെ ലൈഫിൽ ഞാൻ പോലും അറിയാതെ കൊണ്ടാണ് മാതാവ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ മാത്രം മിണ്ടിയിരുന്ന ഒരു ഫ്രണ്ട് വഴി അതിൻ്റെ ഫ്രണ്ട് അവളെ സജസ്റ്റ് ചെയ്ത് എനിക്ക് അവിടെ നിന്ന് റെഫറൻസ് കിട്ടി, ഇൻ്റർവ്യൂ കിട്ടി. അപ്പം ഇൻ്റർവ്യൂവിന് അവർ ഡേറ്റ് തന്നിരുന്നില്ല. ഞാൻ മെയ് 27 എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് മാതാവിൻ്റെ രൂപത്തിൽ എഴുതി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അന്നായിട്ടും എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടും എനിക്ക് അവിടുന്ന് ഇൻ്റർവ്യൂവോ മെയിലോ ഒന്നും വരാതിരുന്നപ്പോൾ ഞാൻ അന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഉടമ്പടിയിലല്ലേ, എനിക്ക് നീ ഒരു ഉത്തരം തരണമേ എന്ന് പ്രാർത്ഥിച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് മെയിൽ വന്നു, നിനക്ക് ഇൻ്റർവ്യൂവിന് 30-ാം തീയതിയിലേക്ക് ഞങ്ങൾ ഡേറ്റ് തന്നിരിക്കുന്നു എന്നും പറഞ്ഞ്. അങ്ങനെ 30-ാം തീയതി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഉടമ്പടി വസ്തുക്കളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഞാൻ എന്നെ സ്വയം ആശീർവദിച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പുവിട്ട് ഞാൻ ഇൻ്റർവ്യൂവിനിരുന്നു. അവിടെ നിന്നും എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിൻ്റെ ഹസ്ബൻഡും കൂടെ ഇവിടെ ഇലക്ട്രീഷ്യനായിട്ട് ജോലി തരാമെന്ന്. അതിനുശേഷം പിന്നെ 2 മാസമായിട്ട് അവിടെ നിന്ന് യാതൊരു വിവരവുമില്ല. അപ്പോൾ ഞാൻ മൂലം എൻ്റെ ഒരു ഫ്രണ്ടിനും കൂടെ ഞാൻ അവിടെ അവസരം ഒരുക്കി കൊടുത്തിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് നേരെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാം. കാരണം അപ്പോഴേക്കും ഞങ്ങളുടെ ഓൺലൈൻ ഉടമ്പടിയുടെ 3 മാസം കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ന്യൂസിലാൻഡിൽ നിന്നും നേരെ കൃപാസനത്തിലേക്ക് വന്നു. ഞാൻ വീട്ടിലേക്ക് പോയില്ല. ഞാൻ ജൂലൈ 20-ന് ഇവിടെ വന്നു. ഞാൻ ഉടമ്പടി എടുത്തു. അന്ന് എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചില്ല. അവിടെ ഓഫീസിലുള്ളവർ പറഞ്ഞു, മോൾ ഇന്ന് എടുത്തതല്ലേ ഉള്ളൂ, നീ പ്രാർത്ഥിക്ക്, മാതാവ് ഇടപെടും. ഞാൻ അങ്ങനെ എൻ്റെ ഉടമ്പടി ജീവിതം കൃത്യമായി ഞാൻ പാലിച്ചു പോന്നു. ഉടമ്പടി ജീവിതം പാലിച്ചുവെങ്കിലും എനിക്ക് പുരോഗതി ഒന്നും ഉണ്ടാകാഞ്ഞതുകൊണ്ട് ഞാൻ ഓഗസ്റ്റ് 17-ന് ഇവിടെ വന്നു. എനിക്ക് അന്ന് അച്ഛനെ കാണാൻ സാധിച്ചു. അച്ഛൻ്റെ ആശീർവാദം സ്വീകരിച്ച് ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ 4 കെട്ട് പത്രവുമായിട്ടാണ് എല്ലാ മാസവും ഇവിടെ നിന്ന് പോകുന്നത്. കാരണം എനിക്കും എൻ്റെ ഹസ്ബൻഡിനും 2 കുട്ടികൾക്കുമാണ് ഞങ്ങൾക്ക് വിസ ആവശ്യമുള്ളത്. ഞാൻ ഹോസ്പിറ്റലുകളിൽ പത്രം എനിക്ക് അതുവരെ ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾ പറഞ്ഞ് അവിടുത്തെ രജിസ്ട്രേഷനും ഇൻ്റർവ്യൂ മെയിൽ വന്നതും ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചാണ് ഞാൻ ഓരോരുത്തർക്കും പത്രം കൊടുക്കുന്നത്. പത്രം കൊടുത്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ എനിക്ക് അവിടെ നിന്നും മെയിൽ വന്നു, സുനിത നിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നീ ബാക്കി പേപ്പേഴ്സ് ഡോക്യുമെൻറ്റ്സ് സെൻഡ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട്. പിന്നീട് കാര്യങ്ങളെല്ലാം പടപടാന്ന് ഒരാഴ്ചയ്ക്കുള്ളിലാണ് നടന്നത്. അവിടുന്ന് എമിഗ്രേഷൻ ഏജൻറ്റ് എന്നുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു, ബാക്കി പേപ്പേഴ്സ് അയച്ചു കൊടുത്തു. അങ്ങനെ
എനിക്ക് ഇപ്പോൾ ഓസ്ട്രേലിയക്ക് പോകാൻ ആകെ ചിലവാകുന്ന തുകയെന്ന് പറയുന്നത് 68,000 രൂപ മാത്രമാണ്. ബാക്കി എൻ്റെ ഫെസിലിറ്റിയാണ് എനിക്കുള്ള വിസയ്ക്കും എൻ്റെ ഫാമിലിക്കുള്ള വിസയ്ക്കും എല്ലാം പേയ്മെൻറ്റ് ചെയ്യുന്നത്. എൻ്റെ വിസയുടേത് ഞാൻ റിട്ടേൺ ചെയ്യേണ്ട, എൻ്റെ ഫാമിലിയുടേത് അവർ സാലറിയിൽ നിന്നും പിടിച്ചോളും. ഇവിടെ അന്ന് അച്ഛനെ കാണാൻ വന്നപ്പോൾ അവർ ന്യൂസിലാൻഡിൽ പോയപ്പോൾ എത്ര ലക്ഷമാണ് കൊച്ചെ ചിലവായതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 12 ലക്ഷമാണ്. അത് പക്ഷേ എഴുതണ്ട, അതിന് റിട്ടേൺ കിട്ടുകയില്ല, എനിക്കത് അവിടുത്തെ രജിസ്ട്രേഷന് ചിലവായതാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിപ്പോൾ 1 രൂപ എടുക്കാതെ കൊണ്ട് തന്നെ വെറും 68,000 രൂപ മുടക്കി എൻ്റെ മെഡിക്കലിനും ടിക്കറ്റിന് ചിലവായതിൻ്റെ ആ ചേട്ടനും കൂടെ എന്നോട് പറഞ്ഞു, കൊച്ചെ ഉള്ളത് തന്നാൽ മതി, ബാക്കി നിൻ്റെ സാലറി വന്നതിന് ശേഷം തന്നാൽ മതിയെന്ന്. 30,000 രൂപ മാത്രമാണ് ഞാനിപ്പോൾ ടിക്കറ്റിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നോ എങ്ങനെയാണ് ആൾക്കാർ ഇടപെടുന്നതെന്നോ എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. എൻ്റെ ഈ ഉടമ്പടിയുടെ കാലസമയം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ക്വാളിറ്റി ലൈഫ് ടൈമാണ്. എനിക്ക് ജോലിയില്ല, 1.5 ലക്ഷം രൂപ സാലറി വാങ്ങിച്ചുകൊണ്ടിരുന്ന ഞാനിപ്പോൾ 1 വർഷമായി ജോലിയില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, എൻ്റെ ഈ 44 വർഷത്തിനുള്ളിൽ എൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ലൈഫ് ടൈമിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ എനിക്ക് വളരെയേറെ ഇമ്പ്രൂവ് ആകാൻ സാധിച്ചു. ഞങ്ങൾ ന്യൂസിലാൻഡിലായിരുന്നപ്പോൾ 44 കൊന്ത എൻ്റെ ഏജിൻ്റെ 44 കൊന്ത ചൊല്ലി ഞാൻ സമർപ്പിക്കുമായിരുന്നു. അതുപോലെ വിസയുടെ 186 എന്നാണ് നമ്പർ, അത്രയും പ്രതിഷ്ഠാ പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നെ എല്ലാ ദിവസവും വചനം പ്രാർത്ഥിക്കാൻ സാധിച്ചു. ഒരു ദിവസം ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ വളരെ വിഷമിച്ച് ഞാൻ കിടന്നുറങ്ങുകയായിരുന്നു. ഭയങ്കരമായ ഉത്കണ്ഠയായിരുന്നു. അവിടെ നിന്ന് പേപ്പറൊന്നും വരാത്തതിൽ ഇനി എന്തു ചെയ്യും. എനിക്ക് എൻ്റെ മരിച്ചുപോയ 2 ചേച്ചികളുടെ 2 പിള്ളേരെ ഉൾപ്പെടെ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്നവരാണ്. അവരുടെ ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമുള്ള വ്യക്തിയാണ് ഞാൻ എന്ത് ചെയ്യും മാതാവേ എന്നോർത്ത് ഞാനിങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ വണ്ടി ഓടിച്ചു പോവുകയാണ്, ആ വണ്ടി തോട്ടിലേക്ക് മറിഞ്ഞു പോകുന്നു. അപ്പോൾ അടുത്ത് നിന്ന് എവിടെ നിന്നും ഒരു ചേട്ടൻ പറയുന്നു, കൊച്ചേ ബൈബിൾ നനഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് സൈഡ് ഡോറിൽ കൂടെ ബൈബിൾ എടുത്ത് പൊക്കുന്നു. ഞാൻ ഞെട്ടി ഉണർന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ബൈബിൾ നോക്കാനാന്ന്. ഞാൻ ഓടിച്ചെന്ന് ബൈബിൾ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ഐശ്വര്യപൂർണമായ ഭാവി എന്നുള്ള അധ്യായമാണ് ലഭിച്ചത്. അപ്പോഴെനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ എൻ്റെ എല്ലാ ഉത്കണ്ഠകളും മാതാവിൻ്റെ രൂപത്തെങ്കിൽ സമർപ്പിച്ചു. മാതാവിനോട് പറഞ്ഞു, ഇനി എന്നെക്കൊണ്ട് ഇത് ഭാരമെല്ലാം താങ്ങിക്കൊണ്ട് നടക്കാൻ പറ്റില്ല മാതാവേ, അമ്മ തന്നെ ഇതെല്ലാം നോക്കിക്കോണം. അതിനുശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം ഇത്ര സ്മൂത്തായിട്ട് നടന്നത്. ഞാൻ എൻ്റെ ഉടമ്പടിയിൽ കാരുണ്യ പ്രവർത്തികളായിട്ട് ഒരു ബെഡ്ഡൻ അമ്മച്ചിക്ക് കെയർ കൊടുക്കാൻ പോകുമായിരുന്നു ഇടയ്ക്കൊക്കെ. അതുപോലെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ആശ്രയഭവൻ ക്ലീൻ ചെയ്യാനും അവിടെയുള്ള അന്തേവാസികൾക്ക് ഫുഡും വസ്ത്രവും ഒക്കെ കൊടുത്തു. അങ്ങനെ ചെറുതും വലുതുമായ കാരുണ്യ പ്രവർത്തികൾ എന്നാലാകുന്നതൊക്കെ ചെയ്തു. എല്ലാ മാസവും 4 കെട്ട് പത്രം വീതം ഞാൻ മേടിച്ച് പള്ളികളിലും അതുപോലെ ഹോസ്പിറ്റലിലും ബസ് സ്റ്റാൻഡിലും എല്ലാം കൊടുക്കുമായിരുന്നു. എവിടെ പത്രം കൊടുക്കണ്ടെന്ന് എൻ്റെ മനസ്സ് തോന്നിക്കുന്നു അവിടെ ഞാൻ കൊടുക്കും. കാരണം അത് എൻ്റെ ഒരു കൊടുക്കാനുള്ള മടി കൊണ്ടാണ് ആ മനസ്സങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാമായിരുന്നു. പിന്നെ ഞാൻ എല്ലാ ദിവസവും 1/2 മണിക്കൂർ വചനം വായിക്കും. 1-2 ദിവസം മാത്രമാണ് എൻ്റെ കുർബാന മുടങ്ങിയേക്കുന്നത്. എൻ്റെ കുടുംബത്തിലാണെങ്കിലും കരുണക്കൊന്ത മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നു. ശനിയോ ഞായറോ മാത്രമാണ് ഞങ്ങൾ മാതാവിൻ്റെ കൊന്ത വീട്ടിൽ കുടുംബ പ്രാർത്ഥനയിൽ ചൊല്ലിക്കൊണ്ടിരുന്നത്. ആ സ്ഥാനത്ത് ഇപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. എവിടെയെങ്കിലും പോയി വൈകി വരികയാണെങ്കിൽ വണ്ടിയിൽ വെച്ച് തന്നെ ഞങ്ങൾ കൊന്ത ചൊല്ലും. അങ്ങനെ ആധ്യാത്മികമായി ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ ആധ്യാത്മികമായി വളരുവാൻ സാധിച്ചു. അമ്മ മാതാവ് വഴി എനിക്ക് ലഭിച്ച ഈ വൻ കാര്യങ്ങൾക്കെല്ലാം ഞാൻ അമ്മയോട് വളരെയേറെ നന്ദി പറയുന്നു. അതുപോലെ ഞാൻ വചനം വായിക്കുമ്പോൾ ചില വചനങ്ങൾ ഞാൻ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട്. അച്ഛൻ ചൊവ്വാഴ്ച ഇവിടെ ധ്യാനത്തിൽ പറയുമായിരുന്നു, നിങ്ങൾ വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന്. അതുപോലെ ഓരോ ചൊവ്വാഴ്ചത്തെ ധ്യാനവും കൂടുമ്പോൾ എൻ്റെ മനസ്സിലെ സംശയങ്ങളാണ് മാറിക്കൊണ്ടിരുന്നത്. അതിനൊക്കെ എത്ര കറക്റ്റായിട്ട് ആ ആഴ്ചയിൽ തന്നെ മാതാവേ മറുപടി എനിക്ക് കിട്ടുന്നു എന്നോർത്ത് ഞാൻ പലവട്ടം ആശ്ചര്യപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എപ്പോഴെങ്കിലും ഉടമ്പടി എടുത്ത് നമ്മുടെ കാര്യം നടന്നിട്ടില്ലെങ്കിൽ കൂടി നമ്മളത് വിചാരിക്കണം. അച്ഛൻ പറയുന്നത് പോലെ തന്നെ ഭൗതികമായിട്ടായിരിക്കത്തില്ല, നമ്മൾക്ക് ആത്മീയമായിട്ടായിരിക്കും അഭിഷേകം കിട്ടുന്നത്. കാരണം 2019 ഞാൻ എൻ്റെ അമ്മച്ചിയും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡ് ചേട്ടനുമായിട്ട് ഞാൻ ഇവിടെ വന്ന് അവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ചേച്ചിക്ക് ക്യാൻസർ ആയിരുന്നപ്പോൾ. പക്ഷേ ചേച്ചി മരിച്ചുപോയി. അപ്പോൾ അവരെല്ലാം ഉടമ്പടി അതിനു മുമ്പേ തന്നെ ബ്രേക്ക് ചെയ്തു. ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. ഞാൻ എൻ്റെ ഉടമ്പടി എടുത്തപ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത് ഉടമ്പടിയിൽ ഇത്രയേറെ കാര്യങ്ങൾ നമ്മൾ നല്ലപോലെ ചെയ്യണമെന്നും മാതാവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നും.
പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും ഞങ്ങളുടെ കുടുംബം തകരാതെ കണ്ട് നോക്കുവാനായി മാതാവ് എന്നെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് മനസ്സിലായത് എൻ്റെ ഉടമ്പടി എടുത്തപ്പോൾ മാത്രമാണ്. അങ്ങനെ എനിക്ക് ആരെങ്കിലും ഉടമ്പടിയിലൂടെ ഇത് കൃപാസനത്തോട് ഒരു മനസ്സിലൊരു മടുപ്പ് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ തിരികെ വന്ന് മാതാവിനോട് ക്ഷമ ചോദിച്ച് നമ്മൾ യഥാർത്ഥ ഉടമ്പടി ജീവിതം നയിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് മാതാവിൻ്റെ ആ സാന്നിധ്യം ലഭിക്കുക. നമുക്ക് ഭൗതികമായ അനുഗ്രഹം മാത്രമല്ല, നമ്മളൊന്ന് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി പാലിച്ചാൽ മാതാവും ഈശോയും നമ്മുടെ കൂടെ ഓരോ നിമിഷവും നിൽക്കും എന്നുള്ളതിന് ഉത്തമ സാക്ഷിയാണ് ഞാൻ. എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. നിയമാവർത്തന പുസ്തകം 7:7 കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റ് ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ ചെറുതായിരുന്നു. ഇസ്രായേലും മറ്റ് ജനതകളും തമ്മിലുള്ള വ്യത്യാസം, അതായത് എന്തുകൊണ്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ ദൈവം സ്വന്തമായി തിരഞ്ഞെടുത്തു? അവർക്ക് എന്തെങ്കിലും മേന്മയുണ്ടായതുകൊണ്ടാണോ? ഇതാണ് ഉടമ്പടിയിൽ ഇന്ന് നടക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപകളാണ് നമുക്ക് ഓരോന്നും ചെയ്തു തരുന്നത്. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല, മറ്റ് ജനതകളെക്കാൾ നിങ്ങൾ വളരെ ചെറുതായിരുന്നു. ഈ ഒന്നുമില്ലാത്ത അവസ്ഥ, അതാണ് തൻ്റെ ജീവിതത്തിൽ 1.5 ലക്ഷത്തോളം സാലറി വാങ്ങിച്ചു കൊണ്ടിരുന്ന മകള് തൻ്റെ കുടുംബവുമായിട്ട് ഒന്നിച്ചു നിൽക്കണമെന്ന ആഗ്രഹത്തോടെ ജോലി റിസൈൻ ചെയ്ത് പിന്നീട് തനിക്ക് കിട്ടിയ ഓരോ അനുഭവങ്ങൾ അത് ഈ മകൾക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറം വരുമ്പോൾ എങ്ങനെയാണ് ഈ മകളെ ഉടമ്പടി ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഏറ്റവും സന്തോഷമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ മകളെ അർഹയാക്കിയത്. അതായത് ജീവിതത്തിൽ തനിക്ക് ന്യൂസിലൻഡിൽ പോയതിന് ശേഷം അവിടെ ജോലിയില്ലാതെ വന്ന അവസ്ഥകളും ഇവിടെ തിരിച്ചു വന്നത് തൻ്റെ വീട്ടിലേക്കല്ല, തൻ്റെ സ്വർഗീയ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ഇടത്തിലേക്ക് ഈ മകൾ തിരിച്ചു വന്ന് തീർത്ഥാടന ഉടമ്പടി, ഓൺലൈൻ ഉടമ്പടി തീർത്ഥാടക ഉടമ്പടിയാക്കി മാറ്റി. പിന്നീട് അങ്ങോട്ട് താൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ വന്നാൽ അതിന് പരിഭവിച്ചു പോകാൻ എളുപ്പമുണ്ട്, അത് ആർക്കും പറ്റുന്നതാണ്. എന്നാൽ നമുക്ക് വരുന്ന ഓരോ സാഹചര്യങ്ങൾ അത് നാം തന്നെ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉടമ്പടി ജീവിതത്തിൽ ഏറ്റവും വിശ്വസ്തരായിട്ട് ദൈവത്തോട് കൂറു പുലർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം നയിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ വരും. തൻ്റെ ഉടമ്പടി എടുത്തിട്ട് തൻ്റെ ജീവിതത്തിൽ എപ്പോഴും താൻ ആഗ്രഹിച്ചത് മാത്രമല്ല നടന്നത്, താൻ ആഗ്രഹിക്കാത്തത് നടന്നു. അതായത് ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് നാം ഇവിടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ നാം റെഡിയാകുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കൃപകൾ ലഭിക്കുകയുള്ളൂ. അതാണ് ഇവിടെ ഈ തിരുവചനങ്ങളിലൂടെയും നമുക്ക് കാണുവാൻ കഴിയുക. അങ്ങനെ ജീവിതത്തിൽ ദൈവം തനിക്ക് ചൊരിഞ്ഞ കൃപകൾ ഇന്ന് ഫാമിലിയുമായിട്ട് തനിക്ക് പോകാൻ പറ്റുന്നു. അതൊക്കെ തൻ്റെ ഉടമ്പടി ജീവിതം എങ്ങനെയാണ് ഈ മകൾ നയിച്ചതെന്നും കൃപാസന പത്രം കൊടുക്കുന്നത്, അതുപോലെ പ്രാർത്ഥനാ ജീവിതം, ഇതിലൊക്കെ വന്ന മാറ്റങ്ങൾ അതൊക്കെ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ മകൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. തനിക്ക് ഒന്നുമില്ലാതിരുന്ന തൻ്റെ ഈ ജീവിതത്തിലാണ് തനിക്ക് ഏറ്റവും അധികം തൻ്റെ ഫലപ്രദമായ രീതിയിൽ ദൈവത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞത്. അതായത് ഒരു ചില്ലിക്കാശ് പോലും തനിക്ക് വരുമാനമില്ലാത്ത അവസ്ഥയിൽ ദൈവം തനിക്ക് കൃപയായി ഭവിച്ച അനുഭവം, അതാണ് ഈ മകള് പറഞ്ഞത്. തൻ്റെ വയസ്സിനനുസരിച്ചുള്ള ജപമാല ചെല്ലുക, ഇതൊക്കെ ഓരോ വ്യക്തികൾക്കും കിട്ടുന്ന ബോധ്യങ്ങളാണ്. അവരതെങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. എപ്പോഴും നന്മയായിട്ടുള്ളത് മാത്രം വന്നാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയാം, അതാകരുത് നമ്മുടെ ഉടമ്പടി ജീവിതം കൊണ്ട്. അതല്ല, ദൈവത്തെ സ്നേഹിക്കുക, ദൈവം ആഗ്രഹിക്കുന്നത് നടപ്പിൽ വരുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കുക. അതുകൊണ്ടാണ് തിരുവചനം പറയുക, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തത് നിങ്ങൾ എണ്ണത്തിൽ കൂടുതൽ ആയതുകൊണ്ടല്ല, നിങ്ങൾ വളരെ ചെറുതായിരുന്നു.
ഈ ചെറിയ അവസ്ഥയിലാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാമും അർഹരാകുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.